ഹലോ മഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒത്തിരി ദിവസമായി ഇങ്ങനെ ഒരു സ്ക്രീനിന്റെ മുന്നിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഒരു വൈറ്റ് ബോർഡിന് മുന്നിൽ നിന്നിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ട് ആക്ച്വലി കുറച്ച് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ കാരണം കുറച്ച് ഷിഫ്റ്റിങ്ങും ഒക്കെ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ്സുകൾ എടുക്കാനൊക്കെ ഇപ്പോൾ പറ്റാതിരുന്നത്. ഇടയിൽ ഞാൻ വരുന്നു യൂട്യൂബിൽ ക്ലാസ്സസ് എടുക്കാനായിട്ട്. പിന്നെ ക്രാഷ് കോഴ്സ് ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ തിരക്കുകളൊക്കെ കാരണം എനിക്ക് ഇടയിലൊക്കെ വരാനോ വീഡിയോകളൊന്നും ചെയ്യാനോ ഇടയിൽ മോട്ടിവേഷൻ വീഡിയോ പോലെയുള്ള ക്ലാസ്സുകളൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഒരു മാസമായിട്ട് ഞാൻ ഇച്ചിരി ഓട്ടത്തിലായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിന് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് സോറി ചോദിക്കുകയാണ്. എനിവേ, അപ്പോൾ ഇപ്പം ഞാൻ വന്നിരിക്കുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം KCB സബ് എഞ്ചിനീയറിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും നിങ്ങളെല്ലാവരും എന്നെനിക്കറിയാം. വളരെ വളരെ എന്താ പറയുക, മത്സരത്തോട് കൂടി തന്നെ അല്ലെങ്കിൽ വളരെ കോമ്പറ്റീഷൻ ലെവൽ ഒരുപാട് കൂടിയിട്ടുള്ള ഒരു എക്സാമാണ് KCB സബ് എഞ്ചിനീയർ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. അപ്പോൾ അതിലോട്ടായിട്ട് നമ്മൾ എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെ പറ്റിയിട്ട് ഞാനൊരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തരാനും കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നമുക്കറിയാം, ഇപ്പൊ പഴയ സിലബസ് വെച്ചിട്ട് KCB സബ് എഞ്ചിനീയർ പ്രിപ്പയർ ചെയ്ത എല്ലാ ആളുകൾക്കും ഒരുപാട് മാറ്റങ്ങളോടുള്ള പുതിയ സിലബസ് ആണ് വന്നിരിക്കുന്നത്, അല്ലെ? ടോപ്പിക് വൈസിലുള്ള മാറ്റങ്ങളാണ് ഒരുപാട് അതിനകത്ത് കൂടുതൽ. സബ്ജക്ട് വൈസ് നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും തോന്നില്ല. 1-2 സബ്ജക്റ്റുകൾ ഇല്ലാതായിട്ടുണ്ട്. എസ്റ്റിമേഷൻ, അതുപോലെ തന്നെ ഡിസൈൻ പോലുള്ള ആ സബ്ജക്റ്റുകളൊന്നും മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ട്രാൻസ്മിഷൻ, ഐ തിങ്ക് നമ്മുടെ സബ്സ്റ്റേഷന്റെ ലേ ഔട്ട് പോലുള്ള സംഗതികൾ അതൊക്കെ ഇതിന് എടുത്തു മാറ്റിയിട്ടുണ്ട്. പക്ഷേ പുതിയ ഒരു സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയൊരു കാര്യം മനസ്സിലാവും. പുതിയ സിലബസിൽ ഒരുപാട് ടോപ്പിക്കുകൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെ? സബ്ജക്റ്റുകൾ മാറ്റി മാത്രമല്ല, ടോപ്പിക്കുകൾ കുറെ കൂടി പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പുതിയ ടോപ്പിക്കുകളെ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ഈ സിലബസിനെ നമ്മൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യാൻ പറ്റുക? ഇപ്പൊ സിലബസ് വന്നിട്ട് ഏകദേശം ഒരാഴ്ചയിൽ കൂടുതലായി, അല്ലെ? അപ്പൊ ഈ ഒരാഴ്ചക്ക് മുന്നേ സിലബസ് വന്നു എന്ന് പറഞ്ഞാൽ എക്സാം ഫെബ്രുവരി 10-ാം തീയതിക്കാണ്. അപ്പൊ ഈ ഒരാഴ്ചക്ക് മുന്നേ സിലബസ് വന്നു വെച്ചാൽ അതിനുള്ള മീനിങ് എന്താണെന്ന് കൂടി നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഇനി അങ്ങോട്ടുള്ള സമയം ഫെബ്രുവരി 10 വരെ പഠിക്കാനുള്ളതാണ് ആ സിലബസിലുള്ളത്. അതേ ഉള്ളൂ ആ സിലബസിനുള്ളത്. അല്ലാണ്ട് ഒരു 4 മാസം, 3.5-4 മാസം അല്ലെങ്കിൽ 5 മാസം 6 മാസം ഒക്കെ ഇരുന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സിലബസ് അല്ല അത്. മനസ്സിലാവുണ്ടോ എന്ന് പറഞ്ഞാൽ? അതായത് സിലബസ് എക്സാമിന് 2.5 മാസം മുൻപേ പബ്ലിഷ് ചെയ്യുന്ന പറഞ്ഞാൽ മീനിങ് എന്താണ്? ഇനി അങ്ങോട്ട് 2.5 മാസം കൊണ്ട് ആ സിലബസിലുള്ളതെല്ലാം പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് തന്നെ സിലബസ് കണ്ട് ആരും തന്നെ ഞെട്ടി, അയ്യോ ഇത് എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ, ഇത് എന്നെ കൊണ്ട് സാധിക്കുമോ, ഇതൊക്കെ ഞാൻ ഓടിച്ചെടുക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ചുള്ള ആദ്യത്തെ തന്നെ നിങ്ങളുടെ ടെൻഷൻ മാറ്റിവെക്കുക. അതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാതെ ഈ സിലബസ് കണ്ട ഉടനെ അയ്യോ ഇത് ഇത്രയും വലിയ സിലബസ് ആണല്ലോ, ഞാനാണെങ്കിൽ പഴയ സിലബസ് വെച്ച് കുറേയൊക്കെ പഠിച്ചു പോയി, ഞാനും എന്ത് ചെയ്യും, എനിക്കിനി എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഇപ്പോഴും പലർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. ആദ്യം തന്നെ ആ ധാരണകൾ മാറ്റിവെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം ഇനി അങ്ങോട്ട് പഠിച്ചാലും പറ്റും. ഇനി അങ്ങോട്ടുള്ള ഫെബ്രുവരി 10 വരെയുള്ള ദിവസങ്ങളിലേക്കുള്ള ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിലബസിനെ ക്രാക്ക് ചെയ്ത് ഈ ഒരു സിലബസിനെ നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി എന്താണ് നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് അടുത്ത ഞാൻ പറയാനായിട്ട് പോകുന്നത്. സെൽഫ് സ്റ്റഡി ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ടോപ്പിക്ക് വെച്ച് ഓരോന്നോരോന്നായിട്ട് ഇരുന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം, ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം. ഇനി അതല്ല, നിങ്ങൾ ടോപ്പിക്കൊന്നും നിങ്ങൾ അങ്ങനെ സെൽഫ് സ്റ്റഡി ഒന്നും അല്ല, ഞാനിനി എവിടെയെങ്കിലും ഒന്ന് എനിക്കൊരു കോച്ചിങ്ങിന് പോകണം, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒന്ന് ജോയിൻ ചെയ്യണം, എനിക്ക് ഗ്രൂപ്പായിട്ടിരുന്ന കുറെ കാര്യങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്കായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറയാനായിട്ട് പോകുന്നത്. ഒന്ന്, നമ്മുടെ ടെസ്ല ആപ്പിലൂടെ, നമ്മുടെ അക്കാഡമിന്റെ സ്വന്തം ആപ്പായിട്ടുള്ള ടെസ്ല ആപ്പിലൂടെ നമ്മൾ ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുള്ള വിവരം എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മളത് നോട്ടിഫിക്കേഷനായിട്ട് മറ്റൊക്കെ നമ്മൾ ഇട്ടതാണ്. ഇനി അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ഒന്ന്, പുതിയ സിലബസ് പ്രകാരം പുതുതായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം. അതായത് ഇപ്പം നിങ്ങൾക്ക് ഇന്ന് ഈവനിങ് നിങ്ങൾക്ക് ഒരു ക്ലാസ് കിട്ടുകയാണെങ്കിൽ ഇന്ന് മോർണിംഗ് ആയിരിക്കും ഞാൻ ആ സിലബസ് വെച്ചിട്ട് ഞാനതിനെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത്. അല്ലാതെ വേഗമായിട്ടുള്ള ഒരു സിലബസ് വെച്ചിട്ടുള്ള പഴയ ക്ലാസ്സുകൾ ഉണ്ടല്ലോ, അതിനങ്ങനെ എടുത്ത് നിങ്ങളുടെ മുന്നിലോട്ട് തരികയല്ല ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്ന് വെച്ചാൽ പുതിയ സിലബസിന് 100% സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ പുതിയ ക്ലാസ്സുകൾ ടെസ്ല ആപ്പിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൊഡ്യൂൾ 1 ക്ലാസ്സുകൾ സ്റ്റാർട്ടായി. മൊഡ്യൂൾ 1 ഏകദേശം more than 50% നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
അതാണ് ആദ്യത്തെ കേസ്. സാറേ എല്ലാവരും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അല്ലെ, എല്ലാ ഓൺലൈൻ അക്കാഡമികൾ ഇഷ്ടംപോലെ ഓൺലൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓഫ്ലൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നമ്മളെല്ലാവരും ക്ലാസ്സുകൾ കാണുന്നതല്ല സാറേ, എന്താണ് ഇപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ട്. അതായത് നമുക്ക് ഈ ഒരു ക്ലാസ്സുകളോടൊപ്പം തന്നെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ഞാനത് വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയും, എൻ്റെ കുട്ടികളെല്ലാം അതിനകത്ത് അത്രയും ആക്റ്റീവാണ്. അവരൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഞാനിപ്പോൾ ഒരു ടോപ്പിക് ഇന്ന് ക്ലാസ് എടുത്തു, ഫോർ എക്സാമ്പിൾ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിചാരിക്കും. ഞാൻ അതിനെപ്പറ്റി ഒരു ക്ലാസ് ഇന്ന് എടുത്ത് ഇന്ന് ഈവനിങ് ഉള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് കാണും, വൈകുന്നേരത്തിലുള്ളവർ കാണും. രാത്രി ഒരു 7:30-8 മണിക്ക് ശേഷം ആ ഗ്രൂപ്പ് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് അതുമായിട്ട് ബന്ധപ്പെട്ടത് കുട്ടികൾ അതിനകത്ത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇടും. ഒരുപാട് കുട്ടികൾ അതിനകത്തുണ്ട്, ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ഒരു വലിയൊരു ടെലഗ്രാം ഗ്രൂപ്പാണ് അത്. അതിനെല്ലാം പെയ്ഡ് മെമ്പേഴ്സാണ്. ഈ നമ്മുടെ KCBD സബ് എഞ്ചിനീയറുടെ ക്രാഷ് കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ള കുട്ടികളാണ് അതിനകത്ത് മുഴുവനുള്ളത്. അവർ വളരെ ഇൻറ്റൻസീവായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഏകദേശം ഒരു 70-80 ക്വസ്റ്റ്യനെങ്കിലും മിനിമം ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടും. പല പല ക്വസ്റ്റ്യൻസ് പല പല സ്ഥലത്തു നിന്നും കുട്ടികൾ കളക്ട് ചെയ്തിട്ട് അതിനകത്തിടും. സോ ഈ ടോപ്പിക്ക് പഠിച്ചൊരു കുട്ടി അതിലോട്ട് നോക്കുന്ന സമയത്ത് അവർ ഒരുപാട് ചോദ്യങ്ങളിലൂടെ കടന്നു പോവുകയും ആ പഠിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാറക്കല്ല് പോലെ ഇങ്ങനെ മനസ്സിലാണ്ട് ഉറഞ്ഞു കിടക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീക്കിലി നമ്മൾ 2 ടെസ്റ്റുകൾ വെക്കും. അത് ആ ആഴ്ച മുഴുവൻ പഠിച്ച കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ഓൾ ഇന്ത്യ ലെവലിലുള്ള ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ കേരള PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. മനസ്സിലാണ്ടോ? ഒരു 40% മാർക്ക് മേ ബി നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർക്ക് ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷെ നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ആ ലെവലിൽ പോരാ, ഓൾ ഇന്ത്യ ലെവലിലുള്ള ആ ഒരു റേഞ്ചിലോട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ നമ്മുടെ എന്താ പറയുക, ആ ഒരു പഠന രീതിയുടെ നിലവാരം നമ്മൾ ഉയർത്തിയാലേ നമുക്കിനി വരാൻ പോകുന്ന എക്സാം നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു സ്കോറിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കണം. അപ്പോൾ പക്ക സിലബസ് ഓറിയന്റഡ് ആയിട്ട് പുതിയ സിലബസിന് അക്കോർഡിംഗ്ലി സ്ട്രിക്ട്ലി നമ്മൾ എടുക്കുന്ന ഫ്രഷ് ക്ലാസ്സുകളാണ് നമ്മുടെ അടുത്തത്. പക്ക അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന, അന്ന് തന്നെ ഡിസ്കസ് ചെയ്യുന്ന നല്ലൊരു ടെലഗ്രാം ഗ്രൂപ്പ്. ഇത് രണ്ടുമാണ് നമ്മുടെ ടെസ്ല അക്കാഡമിയിലെ ഈ KCB സബ് എഞ്ചിനീയറിന്റെ ഈ ക്രാഷ് കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 പ്രത്യേകത നിങ്ങളെന്ന് എനിക്ക് അറിയിക്കണം തോന്നി. താല്പര്യമുള്ള ആളുകൾക്ക് വേഗം ജോയിൻ ചെയ്യാം. കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഇനിയും വൈകിട്ടില്ല, ഇനിയും ജോയിൻ ചെയ്യാനുള്ള ടൈമുണ്ട്. പിന്നെ ഫീസിന്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് എന്തായാലും പറയാൻ പറ്റും, മറ്റുള്ള എല്ലാ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെക്കാളും കുറഞ്ഞിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഫീസ് കൊടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി, കുട്ടികളെ സഹായിക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ലൊരു ഒരുക്കറിയാം ഒരുപാട് പേര് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊക്കെ ബെനിഫിറ്റ് ആവുന്ന രീതിയിലുള്ള ഫീസ് സ്ട്രക്ചറാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന കാര്യം തന്നെയാണെന്നുള്ളത് ഓർത്തിരിക്കാം. പിന്നെ ക്ലാസ്സുകളെല്ലാം ലളിതമായ രീതിയിലുള്ള മലയാളത്തിലുള്ള ക്ലാസ്സുകളാണ്. രണ്ടാമത്തെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്, ഓരോ ടോപ്പിക്കും ഞാൻ എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ ടോപ്പിക് വൈസാണ് ക്ലാസ്സസ് എടുക്കുക, അല്ലാതെ സബ്ജക്റ്റ് വൈസിട്ട് അങ്ങ് കൂടുതൽ അങ്ങോട്ട് ചേർന്നിട്ട് എടുക്കുക. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് മോഡ്യൂളിൽ മെഷർമെന്റിന്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്, നെക്സ്റ്റ് വേറെ കുറച്ച് മോഡ്യൂളാണ്, അതിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുള്ള വരുന്ന മോഡ്യൂളുകളും മെഷർമെന്റ് ഉണ്ട്. എന്നാൽ പിന്നെ അത് അവിടെ കോമൺ ആയിട്ട് എടുത്താൽ പോരെ എന്ന് പറഞ്ഞ് ഞാൻ വിടുന്നില്ല. ഇവിടെ തന്നെ ഞാൻ അതിന് ഫിനിഷ് ചെയ്ത് മൊഡ്യൂൾ വൈസ് ആയിട്ടാണ് ഞാൻ എൻ്റെ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ മൊഡ്യൂൾ വൈസിൽ പോകുന്ന സമയത്ത് ഓരോ ടോപ്പിക്ക് നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ അതിനടിയിൽ ഇങ്ങനെ വരയിട്ട് നിങ്ങൾക്ക് ടോപ്പിക്കുകൾ ഓരോന്നോരോന്നായിട്ട് ഫിനിഷ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അതൊരു നല്ലൊരു ഇതാണ്. നമ്മൾ പുതിയൊരു പഠിച്ചെടുക്കുന്ന ഓർഡറിലായിട്ട് അങ്ങോട്ട് പഠിച്ചു വരാനുള്ള ഒരു ചിട്ടയായിട്ടുള്ളൊരു പഠന രീതിക്ക് അത് നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുന്നുള്ള ഒരു സംശയമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ KCB സബ് എഞ്ചിനീയറിന്റെ ക്രാഷ് കോഴ്സിനെ പറ്റി നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇത് കാണുന്ന ഒരുപാട് പേര് ഇപ്പോൾ എവിടെയെങ്കിലും ചേരണോ വേണ്ടയോ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചാൽ മതിയോ എന്നൊക്കെ ആലോചിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കണം അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള മെറ്റീരിയൽ എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് പഠിച്ചോളൂ. ഞാൻ ഒരിക്കലും നിങ്ങൾ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അതല്ല, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒത്തിരി ഒരു വീക്ക് ഏരിയ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യണം. ഈ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള പ്രത്യേകം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മതി. പക്ഷെ നമ്മളൊരു ഗ്രൂപ്പിൽ ഭാഗമായി കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുക
എന്നിൽ എന്തൊക്കെയോ കുറവുകളുണ്ട്, അതൊക്കെ എനിക്ക് നികത്തണം ഒരു ബോധം വരുന്നത് നമ്മളൊരു ഗ്രൂപ്പിന്റെ ഭാഗമാകുന്നതാണ്. സോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഒരു ഗ്രൂപ്പിന്റെ ഒപ്പം ഇരുന്ന് നിങ്ങളൊരു കോച്ചിങ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓൺലൈൻ ആണെങ്കിലും ശരി, ഓഫ്ലൈൻ ആണെങ്കിലും ശരി. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ടെസ്ല അക്കാഡമിയുടെ ടെസ്ല ആപ്പിലൂടെ തന്നെ നമ്മുടെ KCB സബ്വെയറിന്റെ ക്രാഷ് കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.